ആന്ധ്രാപ്രദേശിൽ മാവോയിസ്റ്റ് ഭീകരരെ വകവരുത്തി സുരക്ഷാസേന. മാവോയിസ്റ്റ് ഭീകരൻ മാദ്വി ഹിദ്മയും ഭാര്യയും ഉൾപ്പെടെ 6 പേരെ സുരക്ഷാസേന വധിച്ചു. ആന്ധ്രാപ്രദേശ് അല്ലൂരി സീതാരാമരാജു ജില്ലയിലെ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. അതേസമയം ഛത്തീസ്ഗഡ് സുകുമ ജില്ലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ തുടരുകയാണ്. ആന്ധ്രാപ്രദേശിലെ അല്ലൂരു സീതാരാമരാജു ജില്ലയിലെ വനമേഖലയിൽ ഇന്ന് രാവിലെ 6-നും 7-നും ഇടയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മാദ്വി ഹിദ്മയെ വധിച്ചത്. രാജ്യത്തെ നടത്തിയ 26 ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മാദ്വി ഹിദ്മ. സർക്കാർ ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്നു. 2010-ലെ ദണ്ഡേവാഡ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമാണ് ഹിദ്മ. ഏറ്റുമുട്ടലിൽ ഇയാളുടെ 2ാം ഭാര്യ രാജേക്കയും കൊല്ലപ്പെട്ടു. PLGA ബറ്റാലിയൻ 1-ന്റെ തലവനാണ് മാദ്വി ഹിദ്മ. ഇവർക്ക് പുറമെ മറ്റു 4 മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടു. ആകെ 6 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 2013-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വത്തെ കൂട്ടത്തോടെ വധിച്ച ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹിദ്മ. ദണ്ഡേവാഡയിൽ നടന്ന ആക്രമണത്തിൽ 76 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. മാവോയിസ്റ്റുകളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള വിഭാഗത്തിന്റെ തലവനാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാസേനയുടെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ സുപ്രധാന നീക്കമാണിത്. മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയിലെ ഏക ബസ്തർ ഗോത്ര വിഭാഗക്കാരനാണ് കൊല്ലപ്പെട്ട ഹിദ്മ. മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റി കമ്മീഷൻ തലവനായ ഹിദ്മ ഗറില്ല ആക്രമണങ്ങളിൽ വിദഗ്ധനാണ്. 2021-ൽ സുക്മയിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ 22 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. 2013-ലെ ആക്രമണത്തിലും 27 പേർ വീരമൃത്യു വരിച്ചു. ഇതിന് പിന്നിലെ പ്രധാനിയായിരുന്നു കൊല്ലപ്പെട്ട മാദ്വി ഹിദ്മ. ജനം, ഡൽഹി.